Welcome back to Xylem. It's me, VJR. Yes. അടിപൊളിയായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ, ഏത് ചാപ്റ്റർ, നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴെ ഒരുപാട് കോണ്ടൻസുകൾ സാറ് ഇട്ടിട്ടുണ്ട്. ആ കോണ്ടൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ക്ലാസ് അടിപൊളിയായിട്ട് കാണുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ലൈക്കും അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷ ചെയ്തട്ടെ. നമ്മൾ അവരെയൊക്കെ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ് എന്ത് ചെയ്യാം, സാറിനോട് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID-യിലൂടെ എങ്ങനെയുണ്ട്, എക്സാം ഉഷാറാണോ, അടിപൊളിയാണോ, ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ ഈ ഒരു ID വൈശാഖ് JR എന്ന് പറയുന്ന ഈ ID-യിലൂടെ നിങ്ങൾ അറിയിക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഏതാണ് ചാപ്റ്റർ എന്നറിയോ? ചാപ്റ്റർ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ചാപ്റ്റർ. അതായത് ഏതാണ് ചാപ്റ്റർ? പാർട്സ് ഓഫ് സർക്കിൾ അല്ലെ, അതായത് വൃത്തഭാഗങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സർക്കിൾസ് മെഷേഴ്സുമായിട്ടും ഈ ഒരു ചാപ്റ്ററായിട്ട് കണക്റ്റഡ് ആയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് ഈ ചോദ്യം എന്താ നോക്കാം, സമയം ഒരുപാട് കളയണ്ട. ചിത്രത്തിൽ ഒരു സമഭുജ ത്രികോണത്തിന്റെ മൂലകൾ കേന്ദ്രമായും വശങ്ങളുടെ പകുതി ആരമായും ചാപങ്ങൾ വരച്ചിരിക്കുന്നു. ഇൻ ദ പിക്ചർ ബിലോ arc of a circle is drawn with the vertices of an equilateral triangle as the center and half of the radius as sides as the radius. Calculate the area of the blue region. ചിത്രത്തിലെ നീല ഭാഗത്തിന്റെ പരപ്പളവ്. ചോദ്യം കണ്ട എല്ലാവരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ എന്താ ചെയ്യാറ്, എല്ലാവരും വേഗം സ്കിപ്പ് അടിച്ച് സാർ ഇത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവിടെ നിർത്തി അങ്ങോട്ട് പോകും. അപ്പൊ അവിടെ നിങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ നീല കാണുന്ന ഈ ഒരു പോർഷന്റെ ഏരിയ കാണാനാണ് നമ്മളോട് പറഞ്ഞത്. മക്കളെ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണല്ലോടാ. അതായത് എന്ത് ട്രയാങ്കിൾ ആണ്? ഒരു സമഭുജ ത്രികോണമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്ത്. ഇത് 4 ആയതുകൊണ്ട് ഇതൊക്കെ എത്ര വരിക? 4. ഈ സൈഡ് എത്ര വരത്തുള്ളൂ? 4. എല്ലാവർക്കും അറിയാം അല്ലേ? പിന്നെ ഇവർ പറയുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അതായത് ഇതിൻ്റെ ഈ നീല ഷെയ്ഡ് ഏരിയ കാണണമെങ്കിൽ, നീല കളറിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഏരിയ കാണണമെങ്കിൽ നിങ്ങൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. ഇക്വലാറ്ററിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയാലോ, പറഞ്ഞുതരാം. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. അതായത് സമഭുജ ത്രികോണത്തിന്റെ ഏരിയ എന്തെന്നാണ് ആദ്യം കണ്ടുപിടിക്കുക. അതിന് ശേഷം നിങ്ങൾ ബാക്കി എന്ത് ചെയ്താൽ ഈ മഞ്ഞ കളറുള്ള കുറച്ചാൽ മതി. ഇത് സെക്ടറാണ് കേട്ടോ, സെക്ടറാണ്. ഇതെങ്ങനെയാ സെക്ടർ ആവുന്നത്, ഏത് രീതിയിൽ അത് സെക്ടർ ആയത് എന്നൊക്കെ സാറ് പറഞ്ഞുതരാം. അപ്പോൾ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ സെക്ടർ? നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ട അറിയോ? ഈ മഞ്ഞ കളറിലുള്ള എല്ലാത്തിൻ്റെയും ഏരിയ കാണാം. മഞ്ഞ മാത്രം. ഞാൻ ചോദിക്കട്ടെ, ഇവരിവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യം നോക്ക്. സമഭുജ ത്രികോണത്തിന്റെ മൂലകൾ കേന്ദ്രമായും ഓരോ വെർട്ടെക്സുകൾ ഉണ്ടല്ലോ, ഇതൊരു കേന്ദ്രമായിട്ട് സർക്കിൾ വരയ്ക്കണം. അപ്പൊ സർക്കിൾ ശരിക്കും ഇത് അതിലൂടെ എങ്ങനെ ആയിരിക്കും? ഇപ്പൊ ഇതൊരു കേന്ദ്രമായിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതുകൂടെ ആയിരിക്കും സർക്കിൾ പോവുക. അപ്പൊ ഇത് റേഡിയസ് അല്ലേ ഉണ്ടാവുക, ആരം. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതാണ് നമ്മുടെ കുഞ്ഞോനെ ഇങ്ങോട്ട് നോക്ക്. കണ്ടോ, ഇതാണ് സർക്കിൾ വരിക. മനസ്സിലായോ? ആ സർക്കിൾ അതിന്റെ സെന്റർ കണ്ടോ, ഇവിടെ ഇത് മുതൽ ഇതുവരെ റേഡിയസ് അല്ലേ. അപ്പൊ ഇത് ശരിക്കും 4 ആയതുകൊണ്ട് അതിന്റെ പകുതിയല്ലേ ഇത് ഉണ്ടാവുക, 2. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം, റേഡിയസ് എന്ന് പറഞ്ഞാൽ ആ 4ന്റെ പകുതി 2 ആയിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെച്ചോ, ഇതൊരു സെക്ടർ ആണെങ്കിൽ സർക്കിൾ ഇങ്ങനെ വരിക കേട്ടോ. സെക്ടർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. എടാ, വൃത്താംശത്തിന്റെ ഏരിയ, ഇതൊരു വൃത്തത്തിന്റെ അംശമാണ് കേട്ടോ. ഈ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ എന്താണ്? വൃത്തത്തിന്റെ അംശം. അപ്പൊ വൃത്താംശത്തിന്റെ പരപ്പളവ് നിങ്ങൾ കാണണം. വൃത്താംശ പരപ്പളവ്, അതായത് സെക്ടറിന്റെ ഏരിയ. മക്കളെ, സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അറിയോ? എടാ, ഏരിയ കണ്ടുപിടിക്കാൻ, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ അറിയാലോ? πr² ഇൻറ്റു, ഇനി ഒരു സെക്ടർ അല്ലേ, ഒരു അതായത് സർക്കിളിന്റെ ഏരിയ ആണ് πr². സർക്കിളിന്റെ വൃത്തത്തിന്റെ പരപ്പളവാണ് πr². അപ്പൊ അതിന്റെ ഒരു കഷ്ണം മാത്രമല്ലേ. അപ്പൊ എത്രയാണ്? അപ്പൊ πr² ഇൻറ്റു ആ കഷ്ണത്തിന്റെ മാത്രം ഏരിയ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? x/360 എഴുതണം. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോണളവാട്ടോ. ആ കോണളവാണ് കേന്ദ്ര കോൺ എന്നാണ് പറയുക. നമ്മൾ ഈ ചാപ്റ്റർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരൊക്കെ ഒന്ന് പെട്ടെന്ന് കാണണം. ഇനി അതില്ലെങ്കിൽ നിങ്ങളിത് കണ്ടുവച്ചാലും മതി. ഓക്കെ,
ഉറപ്പായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് ഇടണം. കാര്യം ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്ന ആകെ ഒരു മോട്ടിവേഷൻ. അത് നിങ്ങൾ ഇല്ലാണ്ടാക്കരുത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. വൃത്താംശത്തിന്റെ പരപ്പളവ് ഇതൊന്ന് കാണാതെ പഠിച്ചേ. പൈ ആർ സ്ക്വയർ പരപ്പളവാണെങ്കിൽ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360, പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. അപ്പോൾ ആ സാധനം ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയോ? ആൻസർ വേഗം കിട്ടും. നോക്കട്ടോ, ഇത് ഒരു വൃത്താംശം കേട്ടോ, ഇവിടുത്തെ മാത്രമേ കാണുന്നുള്ളൂ. എന്നിട്ട് 3 എണ്ണം കൂടെ ഉണ്ട്, 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ടോട്ടൽ 3 ഇൻറ്റു എന്നിട്ട് ഗുണിച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നിട്ട് ഒരു വൃത്താംശത്തിന്റെ മാത്രം ഒന്ന് കണ്ടുപിടിച്ചോക്കെ അല്ലേ? ഒരു വൃത്താംശത്തിന്റെ പരപ്പളവ്. അപ്പം പൈ റേഡിയസ് എത്ര ഇവിടെ ഉണ്ടല്ലോടാ? 2 സ്ക്വയർ. കണ്ടോ, ഒന്നുമില്ല. ഇതാ 6 പകരം 2 കൊടുക്കുക. 2 സ്ക്വയർ ഇൻറ്റു ഇതൊരു സമഭുജ ത്രികോണല്ലേ? എടാ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ദാ ഇവിടെ കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട് സമഭുജ ത്രികോണം, അതായത് ഇക്വലാട്രൽ ട്രയാങ്കിൾ. ഇക്വലാട്രൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഈ ആംഗിളുകളൊക്കെ എത്ര വരിക? 60 ആയിരിക്കും. ഇപ്പൊ ചാടും ചില കുട്ടികൾ, സാർ 60 എങ്ങനെ കിട്ടി, സാർ 60 എങ്ങനെ കിട്ടി, സാർ 60 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ കുറേ എണ്ണം വരും. ഞങ്ങൾ പറയട്ടെ, ഒരു സമഭുജ ത്രികോണാണെങ്കിൽ എല്ലാ കോണും എത്ര വരിക? 60 ആയിരിക്കും കേട്ടോ. അതങ്ങനെ പഠിച്ചു വെക്കണം. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന ഈ കോണളവ് ഇതെത്രയാടാ? 60 ഡിഗ്രി. സ്വാഭാവികമായിട്ട് ഇതൊക്കെ എത്ര വരിക? 60 ആയിരിക്കും. അപ്പൊ എക്സ് ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടി കേട്ടോ. എത്രയാ? 60 ഡിഗ്രി. ആ 60 ഇവിടെ ഇട്ട് കൊടുക്കുക. എക്സിന് പകരം ഇവിടെ ഇട്ട് കൊടുക്കുക. 60/360. ഇതൊന്നും ചെയ്താൽ മതി. പൈ ഇൻറ്റു 2 സ്ക്വയർ എത്രയാടാ? 4 ഇൻറ്റു വെട്ടിക്കോ 0 പോയി. 6 1, അതേ 6 36. അപ്പോൾ ഇവിടെ 1/6 കിട്ടും. 1/6 കിട്ടും. സെറ്റപ്പ് ആണല്ലോ. ഇനിയും നമുക്ക് വെട്ടാം. ഇനി 2 കൊണ്ട് വെട്ടാം. നിങ്ങൾക്ക് നോക്കുക, 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3. കണ്ടോ? അപ്പം മുകളിലും താഴെയും വെട്ടാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, 0 പോയി. 6 1, 36 6 എണ്ണം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്നിട്ട് 1/6. 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3. ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഇതൊന്ന് ചെയ്ത് നോക്കി. അടുത്ത പേജിൽ ചെയ്തല്ലേ? പൈ ഇൻറ്റു 2 ഇൻറ്റു 1 2. നമുക്ക് അങ്ങനെ വിശദീകരിച്ച് ചില കുട്ടികൾക്ക് ഇതൊന്നും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. ചില കുട്ടികൾ വേഗം സാർ വേഗം ഇത് പഠിപ്പിച്ചോളേ. ഞാൻ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് സാറ് ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ചെയ്താൽ അല്ലേ? എന്നാൽ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞാൽ ഇതാ 2 പൈയും 2 പൈ, താഴത്തെ ഒരു 3 മാത്രമേ ഉള്ളൂ, ഒന്നിനെ മൈൻഡ് ചെയ്യണ്ട. അപ്പം 2π/3 2π/3. ഇതെന്താ സാധനം അറിയോ? എൻ്റെ പൊന്നു മക്കളെ, ഞങ്ങളോട് കാര്യം പറയട്ടെ. ഈ കഷ്ണത്തിൻ്റെ മാത്രം ഏരിയ, ആ ഒരു കണ്ടത്തിന്റെ മാത്രം, ആ ഒരു വൃത്താംശം, ആ ഒരു സെക്ടറിന്റെ മാത്രം ഏരിയ ആണ് 2π/3. ഒരു വൃത്താംശത്തിന്റെ പരപ്പളവ്. അങ്ങനത്തെ എത്ര വൃത്താംശം ഉണ്ട് ഇവിടെ? നോക്ക്, ഇതാ 1 ഇവിടെ, 2, 3, അങ്ങനത്തെ 3 ഉണ്ട് അല്ലേ? അപ്പൊ 3 വൃത്താംശ പരപ്പളവ് നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒക്കെ ഈക്വലാ. അതായത് 3 ഏരിയ ഓഫ് സെക്ടർ. ഒന്നിൻ്റെത് 2π/3 ആണെങ്കിൽ അങ്ങനത്തെ 3 ഉണ്ട്. അപ്പോൾ ഈ 3 ക്യാൻസൽ ചെയ്യും. അപ്പോൾ ആൻസർ ദേ നമ്മുടെ ഉത്തരം. 3 എണ്ണത്തിൻ്റെ ഏരിയ 2π യൂണിറ്റ്, പരപ്പളവിൻ്റെത് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഇത് 60ഉം ഇതൊരു സർക്കിളാക്കി എടുക്കുകയാണെങ്കിൽ ഇത് റേഡിയസും ഈ ഇക്വേഷനിലായിട്ട് ഇട്ട് കൊടുത്തായി. പിന്നെ വെട്ടാൻ അറിയാമെങ്കിൽ വെട്ടുക. കണ്ടോ? 0 0 6 1 6 30 എന്നിട്ട് 4 പതി 2 6 പതി 3. റെഡി. ഇപ്പം എന്താ കണ്ടുപിടിച്ചേ? ഇതാ ഈ പുറത്തുള്ള ആൾക്കാരുടെ ഏരിയയായി. പക്ഷെ അത് മഞ്ഞ ഭാഗത്തിന്റെ ഏരിയ ആണ് ചോദിച്ചതെങ്കിൽ 2π മതി, കഴിഞ്ഞു. പക്ഷെ ഉള്ളിലുള്ള നീല ഭാഗത്തിൻ്റെത് ചോദിച്ചത് കൊണ്ട് ഈ ത്രികോണത്തിന്റെ ഏരിയന്ന് ആ മഞ്ഞ ഭാഗം ഒന്ന് ആലോചിച്ചോക്കടാ. ഇതിന്റെ ഏരിയന്ന് ഇതായിട്ട് ഒഴിവായാൽ എന്താ കിട്ടുക? ഈ ചുറ്റുള്ള 3 എണ്ണം ഒഴിവായാൽ ആ ഉള്ളിലുള്ള കിട്ടൂലേ? അപ്പൊ ത്രികോണത്തിന്റെ ഏരിയ കാണണം കേട്ടോ. അതായത് സമഭുജ ത്രികോണ പരപ്പളവ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സമവാക്യമാണ്. അതായത് ഇക്വലാട്രൽ ട്രയാങ്കിൾ ഏരിയ. അറിയോടാ ഈ ഇക്വേഷൻ? √3/4 a². ഈ ഇക്വേഷൻ കാണാണ്ട് പഠിച്ചു വെച്ചോ. അതായത് ഏരിയ ഓഫ് എ സെക്ടർ എന്ന് പറയുന്ന ഇക്വേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ്. അതായത് ഇക്വലാട്രൽ ട്രയാങ്കിളിന്റെ ഏരിയ ഏതാടാ? √3/4 a². എ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സൈഡ്, നമ്മുടെ ട്രയാങ്കിളിന്റെ സൈഡ്. നിങ്ങൾക്ക് അറിയാലോ സൈഡ് എത്രയാ? 4. അപ്പൊ എക്ക് പകരം 4 ഇട്. അപ്പൊ √3/4 ഇൻറ്റു എക്ക് പകരം എ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അപ്പൊ എക്ക് പകരം 4 സ്ക്വയർ.
4 വെട്ടാനായില്ല. വെയിറ്റ് അടുത്ത പേജിൽ എഴുതാം. √3/4 ഇൻറ്റു 4 സ്ക്വയർ എത്രടാ? 16. ഒന്നുമില്ല, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആയിരിക്കും. കണ്ടോ? ഇനി വെട്ടിക്കോ. 16 4 ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി എന്ന് പറഞ്ഞ കമന്റ് ചെയ്തോ. ഇവിടെ √3 ബാക്കി, ഇവിടെ 4. അപ്പൊ 4√3 4 ഇൻറ്റു 4 എഴുതിയാലും മതി. പക്ഷെ അങ്ങനെയല്ല നമ്മൾ പറയാറ്. 4 ഇൻറ്റു √3 എന്നാണ് പറയാറ്. ഇതും സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് മനസ്സിലാക്കിയല്ലോ. അപ്പൊ എന്താ മനസ്സിലായത്? പറ കേട്ടിരിക്കി. എന്താ പഠിച്ചേ? ആദ്യം നമ്മള് ഈ സെക്ടറിന്റെ ഏരിയ കണ്ടു, ഈക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടു. അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി മാത്രമേ ഉള്ളൂ 2. എക്സ് എന്ന് പറഞ്ഞ സമഭുജ ത്രികോണം ആയതുകൊണ്ട് കേന്ദ്രകോണം 60. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചു. ഒരാളുടേത് അങ്ങനത്തെ 3 എണ്ണം ഉണ്ട്. 3 ഇതുണ്ട്. ആ 3 എണ്ണത്തിന് കണ്ടുപിടിച്ചു. ഇതും കണ്ടു. ഇനി എന്താ ചെയ്യേണ്ട അറിയോ? ഈ ട്രയാങ്കിളുടെ, അതായത് സമഭുജ ത്രികോണത്തിന്റെ ഏരിയയിൽ നിന്ന് ഇതാണ് കുറയ്ക്കുക. മക്കളെ, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. നോട്ട് ചെയ്തു വെച്ചോ. ഈ സമഭുജ ത്രികോണത്തിന്റെ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ മഞ്ഞ ഭാഗത്തിന്റെ മാത്രം ഒഴിവാക്കുക. കണ്ടോ? നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഒരു കഷ്ണം തന്നിട്ട് ഈ മഞ്ഞ ഒഴിവാക്കിയ നീല കിട്ടൂലടോ. കുറച്ചാൽ കട്ട് ചെയ്യും. നീല ഒഴിവാക്കി കട്ട് ചെയ്ത് കിട്ടോ ഒഴിവാക്കുക. അപ്പം എന്ത് ചെയ്യും? ആ നീല കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ബ്ലൂ റീജിയൻ, നീലഭാഗത്തിന്റെ പരപ്പളവ് എന്നാണ് കേട്ടോ. നീലഭാഗത്തിന്റെ പരപ്പളവ് എങ്ങനെയാ? പറ. ഇവിടെ അല്ലല്ലോ ഇതണ്ടീനല്ലേ. ഞാൻ അവിടെ ഏരിപ്പോയി. ഏരിയ ഓഫ് ബ്ലൂ റീജിയൻ, അതായത് നീലഭാഗത്തിന്റെ ഏരിയ കാണണമെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? പറ. ആ ട്രയാങ്കിളിന്റെ ഏരിയ ഞാൻ പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയന്ന് ഈ 3 എണ്ണത്തിന്റെ അടുത്ത് കുറയ്ക്കുക. ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാ ഇപ്പൊ കിട്ടിയ നമുക്ക്? 4√3 മൈനസ് ഞാൻ 3 സെക്ടറിന്റെ ഏരിയ എന്താ? പറ. ഇതാണ് 3 സെക്ടറിനത് 2π. ഇത് ചതി. ആൻസർ ഒരേപൊളി സെറ്റ്. ഇത് ഇനി √3ന്റെ വില അവർ ചോദ്യത്തിൽ തന്നാൽ മാത്രം എന്ത് ചെയ്യാം? ഇവിടെ √3 ഇട്ട് കൊടുക്കുക. 4 ഇൻറ്റു എത്രയാണ്? 1.73 മൈനസ് 2 ഇൻറ്റു 3 അങ്ങനെ എന്ത് ഇട്ട് കൊടുക്കുക? 3.14 എന്ന് പറഞ്ഞിട്ട് ഗുണിക്കുക എന്നിട്ട് അങ്ങനെ ഗുണിക്കുക. ഇത് രണ്ടും ഗുണിച്ചിട്ട് ഇത് രണ്ടും അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇത് എഴുതിച്ച് നമുക്ക് ഫുൾ മാർക്ക് കിട്ടേണ്ടതാണ് കേട്ടോ. ഏരിയ ഓഫ് ആയതുകൊണ്ട് സെന്റിമീറ്റേഴ്സ് കാണും. ഓക്കെ, റെഡി ആണോ? ഇത് അടിപൊളിയായിട്ട് പഠിക്കുക. പരീക്ഷ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി സാറോട് എന്ത് ചെയ്യണം? സാറുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ സാറ് പറയണം കേട്ടോ. കാര്യം നിങ്ങൾ ഞങ്ങളോട് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ ഓരോ മെസ്സേജുകൾ കാണുമ്പോഴും. ഒരുപാട് സന്തോഷമുണ്ട്. താഴെ കമൻറ്റ് സെക്ഷനിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഇടുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക. ലൈക്ക് കൂടെ അടിക്കുക. കാര്യം നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കുന്നതിനനുസരിച്ച് എല്ലാ കുട്ടികളിലേക്ക് എത്തും. നിങ്ങൾ സാറോട് പറയണേ, മറക്കരുത് പരീക്ഷ കഴിഞ്ഞാൽ. അപ്പോൾ ഉറപ്പായിട്ട് ഇതിൽ അറിയിക്കുക. താങ്ക് യു ഓൾ. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VGR സൈനിങ് ഓഫ്. Bye-bye.